നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് പുതിയ കുരുക്കുകളുമായി പാർട്ടിയുടെ MP സ്വാതി മലിവാൾ ഉയർത്തിയ ആരോപണം പ്രതിസന്ധിയാകുന്നു. അവസരം മുതലെടുത്ത് BJP രംഗത്ത് വന്നിരിക്കുകയാണ്. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിൽ പോയപ്പോൾ കെജ്രിവാളിന്റെ സഹായിയായ വൈഭവ് കുമാർ കയ്യേറ്റം ചെയ്തു എന്ന സ്വാതി മലിവാൾ MPയുടെ ആരോപണത്തിൽ വൈഭവ് കുമാറിനെതിരെ വനിതാ കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വനിതാ കമ്മീഷന്റെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ മലിവാളുമായി ബന്ധപ്പെട്ട ചോദ്യം BJP ഉന്നയിച്ചപ്പോൾ വാർത്താസമ്മേളനത്തിൽ AAP നേതാവ് മറുപടി പറയാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷിയായ അഖിലേഷ് യാദവിനൊപ്പം സംയുക്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവേ AAP മേധാവി മൗനം പാലിക്കുകയായിരുന്നു. തുടർന്ന് മറുപടി പറഞ്ഞത് സഹപ്രവർത്തകൻ സഞ്ജയ് സിംഗ് ആയിരുന്നു. മണിപ്പൂരിൽ ആദിവാസി സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് ചെയ്തതിനെക്കുറിച്ചും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായി ഉയർന്നുവന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും എന്താണ് BJPക്ക് പറയാനുള്ളത് എന്ന് ആം ആദ്മി MP സഞ്ജയ് സിംഗ് ചോദിച്ചു. ഗുസ്തിക്കാരായ പെൺമക്കൾ ജന്തർ മന്ദറിൽ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അവരെ പിന്തുണയ്ക്കാനായി ചെന്ന അന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാളിനെ പോലീസ് വലിച്ചിഴച്ച് മർദ്ദിച്ചിരുന്നു എന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഭരണകക്ഷിയുടെ മൗനത്തിന്റെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടി ഒരു കുടുംബമാണ്. പാർട്ടി അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും പ്രധാനമന്ത്രിയും BJPയും പ്രതികരിക്കണം എന്നാഗ്രഹിക്കുന്നതായും സഞ്ജയ് സിംഗ് പറഞ്ഞു. ദയവായി ഇതിൽ രാഷ്ട്രീയ കളികൾ കളിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കഴിഞ്ഞ വെള്ളിയാഴ്ച ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ ഏതാനും ദിവസങ്ങൾക്കകം സ്വാതി മലിവാളിനോട് മോശമായി പെരുമാറിയ തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെ സംരക്ഷിച്ചതായി BJP ആരോപിച്ചു. ദേശീയ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ രാഷ്ട്രീയ അങ്കലാപ്പിലേക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തെക്കുറിച്ച് ഡൽഹി വനിതാ കമ്മീഷൻ മുൻ മേധാവി സ്വാതി മലിവാൾ ഒന്നും മിണ്ടിയില്ല. സംഭവം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും നടപടിയെടുക്കുമെന്നുമാണ് സഞ്ജയ് സിംഗ് പറഞ്ഞത്. എന്നാൽ സ്വാതി മലിവാളിന് നീതി നൽകണമെന്നും ആവശ്യപ്പെട്ട് BJP ഡൽഹിയിൽ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. കെജ്രിവാളും മറ്റ് ആം ആദ്മി നേതാക്കളും ലഖ്നൗ വിമാനത്താവളത്തിൽ MPയെ ആക്രമിച്ച കേസിൽ പ്രതിയോടൊപ്പം കണ്ടതായും BJP നേതാക്കൾ അവകാശപ്പെട്ടു. അതേസമയം സ്വാതി മലിവാൾ ആശയവിനിമയം നടത്താതെ ഇരുന്നതായും അവർ ആരോപിച്ചു. മദ്യനയക്കേസിൽ പുറത്തിറങ്ങിയ ശേഷം BJPക്കെതിരെ അതിശക്തമായ വിമർശനങ്ങളുമായി മുന്നേറുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ BJPക്ക് ശരിക്കും തലവേദന ആയ സമയത്താണ് ഈ ഒരു വിഷയം ആം ആദ്മിക്ക് എതിരെ തിരിഞ്ഞത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കെജ്രിവാൾ കളം നിറഞ്ഞു. ഇതിനിടെ BJPക്ക് വടി നൽകുന്ന ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പ്രശ്നമാകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി തന്നെ ആക്രമിച്ചു എന്ന ആരോപണവുമായി ആം ആദ്മിയുടെ തന്നെ രാജ്യസഭാ MPയാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ആം ആദ്മിക്ക് ശരിക്കും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആരോപണത്തിലേക്ക് കെജ്രിവാളിനെയും അവർ വലിച്ചിഴച്ചിട്ടുണ്ട്. കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആക്രമണം എന്നായിരുന്നു സ്വാതി മലിവാൾ പറഞ്ഞത്. ഇക്കാര്യം CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായ സ്വാതി ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയാണ്. കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന വൈഭവ് കുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അതേസമയം സ്വാതിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ട്. കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് 2 ഫോൺ കോളുകൾ എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് താൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രാവിലെ 9:34 സ്വാതി മലിവാൾ PCRലേക്ക് വിളിച്ചിരുന്നു. അവർ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ വന്നു. എന്നാൽ പരാതി നൽകാതെ മടങ്ങുകയായിരുന്നു. പരാതി പിന്നീട് നൽകുമെന്നാണ് അന്നവർ പറഞ്ഞത്. ഡൽഹി നോർത്ത് DCP മനോജ് മീണയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പരാതിയുണ്ടെങ്കിൽ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം. നേരത്തെ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന വൈഭവ് കുമാറിനെ ഡൽഹി വിജിലൻസ് വകുപ്പ് ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അനധികൃത നിയമനമാണ് എന്നാരോപിച്ചായിരുന്നു നടപടി. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ചോദ്യം ചെയ്യലിന് വൈഭവിനെ ED വിളിപ്പിക്കുകയും ചെയ്തിരുന്നു.